മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഒരുങ്ങുമേ രാഷ്ട്രീയ വലിപ്പ ചെറുപ്പമില്ലാതെ അന്ധവിശ്വാസം പുകയുകയാണ്. പരസ്യമായി ശാസ്ത്രബോധം പ്രസംഗിക്കുന്ന ജനപ്രതിനിധികൾ പോലും ഔദ്യോഗിക വാഹനങ്ങളുടെ കാര്യത്തിൽ അന്ധവിശ്വാസങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതാണ് പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. പുതിയ മന്ത്രിമാർക്കായി പൊതുഭരണ വകുപ്പ് സ്റ്റേറ്റ് കാറുകൾ അനുവദിച്ചപ്പോൾ 13-ാം നമ്പർ വാഹനം ഏറ്റെടുക്കാൻ ആരും തയ്യാറായിട്ടില്ല. പുതുതായി മന്ത്രി പദവിയിലേക്ക് എത്തുന്ന ഭരണ പ്രതിപക്ഷ ജനപ്രതിനിധികൾ എല്ലാം തന്നെ തങ്ങൾക്ക് 13-ാം നമ്പർ സ്റ്റേറ്റ് കാർ വേണ്ടെന്ന് മുൻകൂട്ടി അധികൃതരെ അറിയിക്കുകയായിരുന്നു. വിവാദങ്ങൾ ഒഴിവാക്കാനായി ടൂറിസം വകുപ്പ് ഒടുവിൽ ഈ വാഹനം പൂളിലേക്ക് തന്നെ തിരികെ മാറ്റിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ അവസാന അത്താഴവും യൂദാസിന്റെ ഒറ്റുകൊടുക്കലുമായി ബന്ധപ്പെട്ട പാശ്ചാത്യ ക്രൈസ്തവ പാരമ്പര്യമാണ് 13 എന്ന അക്കത്തെ നിർഭാഗ്യത്തിന്റെ പ്രതീകമായി കാണാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ ഹോട്ടലുകളിലും വിമാനങ്ങളിലും ബഹുനില മന്ദിരങ്ങളിലും 13-ാം നമ്പർ ഒഴിവാക്കാറുണ്ടെങ്കിലും കേരളത്തിലെ ജനപ്രതിനിധികളും ഇതേ വഴി പിന്തുടരുന്നത് കടുത്ത വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. തൊട്ടു മുൻപത്തെ മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായിരുന്ന പി പ്രസാദ് ഇതേ 13-ാം നമ്പർ കാർ മനഃപൂർവ്വം തിരഞ്ഞെടുത്ത് മാതൃക കാണിച്ച ചരിത്രമുള്ളപ്പോഴാണ് പുതിയ മന്ത്രിമാരുടെ ഈ പിന്മാറ്റം. നവോത്ഥാന മൂല്യങ്ങളും ശാസ്ത്രബോധവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനത്ത് അധികാരമേൽക്കും മുമ്പേ മന്ത്രിമാർ അന്ധവിശ്വാസത്തിന് വഴങ്ങുന്നത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും കടുത്ത ആക്ഷേപങ്ങൾക്കും വഴി തുറക്കുമെന്ന് ഉറപ്പാണ്.